ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ക്യാബേജ് ബജ്ജിയാണ്. അപ്പോൾ അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ കാണുന്നതാണ്. ക്യാബേജ് വലിയ ക്യാബേജ് നോക്കി എടുക്കരുത്, ചെറിയ കൊച്ചു ക്യാബേജ്. പിന്നെ കടലമാവ്, 1 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി സോഡാപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, അത് നല്ല നിറം കിട്ടാൻ വേണ്ടിയാണ് അത് ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വറുക്കാനുള്ള എണ്ണ, ഈ ബാറ്റർ ഉണ്ടാക്കാനുള്ള വെള്ളം. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുക ആദ്യം. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ആദ്യം കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത് ക്രിസ്പി നേച്ചർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് കായപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് എന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂണിൻ്റെ പകുതി സോഡാപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, തൽക്കാലം ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. ഇനി നമ്മളിത് കുറേശ്ശെ വെള്ളമൊഴിച്ച് ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിയും പോരാ, ഒരു ഇച്ചിരി കൂടെ വെള്ളം വേണം. ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കുന്നതല്ല, ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ സ്പൂണിൻ്റെ പോലെ തന്നെ, ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ 2 വശവും ഒരേപോലെ ഒറ്റിപ്പിടിച്ചിരിക്കണം. അതാണ് അതിൻ്റെ കണക്ക്. ഇതുപോലെ. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്, ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട്. ഇപ്പോൾ ക്യാബേജ് നമ്മളിത് ഈ കട്ടിയിൽ അരിഞ്ഞെടുക്കണം. എന്നിട്ട് അപ്പോൾ എണ്ണ ചൂടാകാൻ അടുപ്പത്ത് വെച്ചിരിക്കും. എണ്ണ ചൂടായെന്നറിയാനായിട്ട് ഒരു ഇച്ചിരി അതിൻ്റെ അതിട്ട് നോക്കും. ചൂടായിട്ടില്ല, എണ്ണ ഒരുമാതിരി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോ ബജ്ജിക്കുള്ള സംഗതികൾ ഇതിലോട്ട് എടുത്തിടുക. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടുക. അപ്പോൾ അതിടക്കൊന്ന് മറിച്ചിടണം. നമ്മൾ ഉടനെ ഇത് ഇട്ട് കഴിഞ്ഞ് ഉടനെ കയറി മറിച്ചിടരുത്, കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ മാവെല്ലാം എണ്ണയിൽ കലങ്ങിപ്പോകും. ഇപ്പോൾ കളർ കണ്ടിട്ട് ഒരുമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട ഒരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി ബാക്കിയും കൂടെ അതുപോലെ ഇട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതും ഒരുമാതിരി മൂത്തിട്ടുണ്ട്. ഇനിയും നമ്മളത് കോരുക. അപ്പോൾ നമ്മുടെ ക്യാബേജ് ബജ്ജി റെഡിയായി, നല്ല സോഫ്റ്റ് ക്യാബേജ് ബജ്ജി. ഈ ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ള ടൈപ്പ് മുളക് ബജ്ജി ഉണ്ടാക്കാം, വാഴക്ക ബജ്ജി ഉണ്ടാക്കാം, വഴുതനങ്ങ ബജ്ജി ഉണ്ടാക്കാം, അങ്ങനെ മുട്ട ബജ്ജി ഉണ്ടാക്കാം, അങ്ങനെ കുറേ ടൈപ്പ് ബജ്ജികൾ ഉണ്ടാക്കാം. ഈ ബാറ്റർ, സെയിം ബാറ്റർ ഉപയോഗിച്ചിട്ട് ബജ്ജി, ക്യാബേജ് ബജ്ജി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.